സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ വേണം. ഇത് 1/2 കിലോ ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തത്. ഇനി നമ്മൾ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. അതിൽ നമ്മൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. തിളക്കുന്ന വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഞാനിവിടെ 1 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. കാരണം ഈ ചെറുനാരങ്ങ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്, തൊലി നല്ല കട്ടിയാണ്. അതുകൊണ്ട് 1 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. നമ്മൾ നാടൻ ചെറുനാരങ്ങ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വിനാഗിരി, സുർക്ക, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, 1 പീസ് ഇഞ്ചി. നമുക്കിനി വെളുത്തുള്ളിയുടെ തൊലി ഒന്ന് കളയാം. ഇനി ഇതൊക്കെ നമുക്ക് അരിയണം, കട്ട് ചെയ്ത് വെക്കണം. വെളുത്തുള്ളി ഇപ്പം ഞാൻ നീളത്തിലാണ് അരിയുന്നത്. ഇതിനെക്കാട്ട് ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 15 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. അതേപോലെ തന്നെ 1/2 പീസ് ഇഞ്ചിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിയാം. ഇഞ്ചിയും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ പച്ചമുളക് ഒരുപാട് എടുക്കണ്ട, കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത ചെറുനാരങ്ങയാണ്. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുണിയിലിട്ടിട്ടൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയണം. ഒരു ചെറുനാരങ്ങനെ 8 പീസാണ് ഞാൻ ആക്കുന്നത്. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമ്മൾ നാരങ്ങ അരിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളത്തെ നീര് ഫുള്ള് പുറത്ത് പോയിട്ടുണ്ടാവും. ഇത് ഞാനെടുത്തത് കുരുവില്ലാത്ത നാരങ്ങയാണ്. ഇനി നമുക്കിതിനെ നീരൊന്നും കളയാതെ ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഉലുവയും കടുകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നല്ലെണ്ണക്ക് പകരമായിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷേ അച്ചാറൊക്കെ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നല്ലത് നമ്മുടെ നല്ലെണ്ണയാണ്. കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, പിന്നെ ഉലുവയും കടുകും നേരത്തെ വറുത്ത് പൊടിച്ചത്, അതുകൊണ്ട് ചേർത്തിട്ട് ജസ്റ്റ് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചട്ടി നല്ല ചൂടാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. മുളക് പൊടി എടുക്കുമ്പോൾ നമ്മുടെ സാധാ മുളക് പൊടിയും പിന്നെ കാശ്മീരിയും കൂടെ ഈക്വലാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നല്ല കളറും കിട്ടും, അത്യാവശ്യം നല്ല എരിവും കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക, 1/2 കപ്പ് സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വാവ്, അടിപൊളി. ചെറിയൊരു കയ്പ്പ് രസമുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ മാറും. പെട്ടെന്ന് മാറണമെങ്കിൽ 2 ഈത്തപ്പഴം ജസ്റ്റ് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.